ദുരന്തങ്ങളെ കേവലം തകർച്ചകളായല്ല, മറിച്ച് ഒരു ജനതയുടെയും രാജ്യത്തിന്റെയും പുനർനിർമ്മാണത്തിനുള്ള അവസരമായാണ് കാണേണ്ടതെന്ന് UN ദുരന്ത ലഘൂകരണ വിഭാഗം തലവനും പരിസ്ഥിതി ചിന്തകനുമായ ഡോക്ടർ മുരളി തുമ്മാരുകുടി ജെയിൻ സർവകലാശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുരളി തുമ്മാരുകുടി. കേരളം ഭാവിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങേണ്ട സമയമാണ് ഇതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മനുഷ്യബലം പ്രതിസന്ധിയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് എന്ന വിഷയത്തിലായിരുന്നു ഡോക്ടർ മുരളി തുമ്മാരുകുടി സംസാരിച്ചത്. അതിജീവനമെന്നത് വ്യക്തികളോ സമൂഹമോ തനിയെ ആർജിക്കുന്ന ഒന്നല്ല, മറിച്ച് ബോധപൂർവം കെട്ടിപ്പടുക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹങ്ങൾക്ക് അതിജീവിക്കാനുള്ള സ്വാഭാവികമായ കഴിവുണ്ട്. അതിജീവനമെന്നത് യാദൃച്ഛികമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണെന്നും ഡോക്ടർ മുരളി തുമ്മാരുകുടി അഭിപ്രായപ്പെട്ടു. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സാങ്കേതിക വിദ്യയിലെ വിപ്ലവം, 4ാം വ്യവസായ വിപ്ലവം എന്നെല്ലാം നമ്മൾ പറയുന്നത്, അതിനെ ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. 2008 ഭൂകമ്പത്തിൽ തകർന്ന ചൈനയിലെ ബിച്ചുവാൻ നഗരത്തിന്റെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ളവ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അതിജീവനത്തിന്റെ പ്രാധാന്യം ഡോക്ടർ മുരളി തുമ്മാരുകുടി വ്യക്തമാക്കിയത്. ചൈനയിലെ ഈ ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായ ജില്ലകളെ ചൈനയിലെ കൗണ്ടി എന്നാണ് പറയുന്നത്. 19 കൗണ്ടീസിനെ ചൈനയിലെ ഏറ്റവും സമ്പന്നമായ 19 സംസ്ഥാനങ്ങൾക്ക് ദത്തെടുക്കാനായിട്ട് കൊടുക്കുകയാണ്. ഫെബ്രുവരി 1 വരെയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടി നടക്കുന്നത്. 400-ലധികം വിദഗ്ധർ, 200-ലധികം സെഷനുകൾ, 50-ലധികം മാസ്റ്റർ ക്ലാസുകളും വർക്ക്ഷോപ്പുകളും പരിപാടിയുടെ ഭാഗമാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.